എല്ലാവർക്കും നമസ്കാരം. തിരുവണ്ണാമല യാത്ര ഏപ്രിൽ മാസമാണ് നാം പോകുന്നത്. തിരുവണ്ണാമലയിൽ ഈ യാത്രയിൽ ഇപ്പോൾ പങ്കുചേരുന്നവർ ഇനി പങ്കുചേരാൻ കുറച്ച് പേർ കൂടി അവസരവുമുണ്ട്. നമ്മൾ മിനിമം കുറച്ച് ആളുകളിൽ മാത്രമാണ് ഈ ഒരു അവസരം ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ എനർജി വർക്കാണ്. അവിടുത്തെ ഒരു നാഡീവ്യവസ്ഥയിൽ നാം ഊർജത്തെ യോജിക്കുന്നവരെ മാത്രമാണ് കൊണ്ടുപോകുന്നതും. ഇപ്പം ഡെയിലി സെലക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ പോലും, സെലക്ഷനുള്ള ആൾക്കാർ വരുമെങ്കിൽ പോലും ചിലരെ നോക്കിയിട്ട് മാത്രമാണ് നാം എടുക്കുന്നത്. നമുക്ക് ഈ ഒരു യാത്രയെ ബന്ധപ്പെടുത്തി യാത്രയുടെ മാത്രമല്ല, ഒരു സെൽഫ് റിയലൈസേഷന് ഒരു ആത്മീയ അന്വേഷകൻ ആത്മീയതയുടെ 12 പാഠങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൽ പങ്കുചേർന്നവർക്ക് വേണ്ടിയിട്ട് ഏപ്രിൽ 5-ാം തീയതി പുലർച്ചെ 5 മണി മുതൽ 6 മണി വരെയുള്ള ദിവസം, ഏകദേശം 12 ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിൽ എല്ലാ ദിവസവും രാവിലെ 5 to 6 വരെയുള്ള ദിവസങ്ങളിൽ ഗൂഗിൾ മീറ്റ് വഴി ഒരു ആത്മീയ ഈ 12 പാഠങ്ങളും നമ്മൾ 12 ദിവസം കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. തിരുവണ്ണാമലയിൽ നാം വന്നു ചേരുമ്പം നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ആത്മീയതയിൽ നമുക്കറിയാം. ഇപ്പം എത്ര വലിയ എഡ്യൂക്കേഷൻ നമ്മൾ ചെയ്യുമ്പോഴും നമുക്കിപ്പോൾ വായിക്കാനറിയാം നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണല്ലോ. ABCD പോലുള്ള അല്ലെ മലയാളം അക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടാണ്. അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. തിരുവണ്ണാമല യാത്രയിൽ കുറേ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഗുരുജി വന്നു ചേരേണ്ടതെന്നുള്ളതൊക്കെ. പറഞ്ഞല്ലോ, നിങ്ങൾ എൻക്വയറി ചെയ്യുമ്പം ആദി ഗുരുജി ഫൗണ്ടേഷൻ്റെ ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നിട്ടത് ഹാൻഡിൽ ചെയ്യുകയും അവിടെ നിന്നിട്ട് അഡ്മിനിസ്ട്രേറ്റീവിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഫോം അയച്ചു തരികയും രാജയോഗയുടെ സന്യാസ ദീക്ഷ എടുത്തിട്ടുള്ള ആളുകളാണ്, നാഡീവ്യവസ്ഥ നോക്കാൻ അറിയാവുന്നവരാണ് നിങ്ങളെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് നാം ഈ ഒരു പ്രോഗ്രാം നൽകുന്നത്. ഒരിക്കലും ഒരു ഗുരുവിൻ്റെ അടുക്കൽ ആരും ഇങ്ങോട്ട് വന്നിട്ട് പറയില്ല എനിക്ക് ദീക്ഷ തായോ എന്ന്. അതല്ല കാർമിക് പശ്ചാത്തലത്തിൻ്റെ രീതി. ഗുരു നാഡീവ്യവസ്ഥ നോക്കിയാണ് ദീക്ഷ നൽകുന്നത് എപ്പോഴും. അതങ്ങനെയാണ്. എന്നാൽ മാത്രമേ ശാശ്വതമാവുള്ളൂ ആ കാര്യങ്ങളെല്ലാം. അതിനാലാണ് അങ്ങനത്തെ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കുന്നത്. എന്തായാലും ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്ന ഒരു ഭാഗ്യവാന്മാരാണ്. 90% അറിയുന്നില്ല, 1%, 0.5% ഇതിൻ്റെ പിന്നാലെ തേടി ഇറങ്ങുകയും ചെയ്യും. എന്നാൽ അവരും എത്തുന്നില്ല. കുറച്ച് ആളുകൾ മാത്രമായിട്ട് ഏറ്റവും ഉയർന്ന അവസ്ഥകളിലേക്ക് കടന്നു പോകുന്നത്. അതിനുള്ള അവസരമാണ് തിരുവണ്ണാമല യാത്ര. കൃപയാലും കാര്യങ്ങളാലും എല്ലാവർക്കും വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.